ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഒരു 10ാം ക്ലാസ്സിലെ കഥയാണ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. അതും എൻ്റെ ഒരു ഹെയർ സ്റ്റൈൽ കഥ. നമ്മുടെ ക്ലാസ്സിൽ ടീച്ചറായ ദീപ്തി ടീച്ചറിന് ഏറ്റവും വലിയ നിർബന്ധമായിരുന്നു പെൺകുട്ടികൾ അപ്പുറം ഇപ്പുറം മുടി മടഞ്ഞ് റിബൺ കെട്ടിയിട്ട് വരിക എന്നുള്ളത്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു മുടി മടഞ്ഞിടുന്നത് തന്നെ. അപ്പോൾ ഞാൻ അന്ന് കെട്ടിയിരുന്നത് ഇതുപോലെ നടുവൊന്ന് വവരെടുത്തിട്ട് അതിൻ്റെ മുന്നിൽ നിന്ന് കുറച്ച് മുടി മാത്രം എടുത്ത് ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാറ്. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും, എന്നിട്ട് ബാക്കിയുള്ള മുടി കെട്ടിവെക്കായിരുന്നു. ഇങ്ങനെ ഞാൻ കെട്ടുന്നതിൻ്റെ ഏറ്റവും വലിയ ഒരു കാരണം എന്ന് വെച്ചാൽ, നമ്മുടെ ക്ലാസ്സിൽ ഇങ്ങനെ കെട്ടുന്ന കുട്ടികളെല്ലാം ഭയങ്കര പഠിപ്പിസ്റ്റായിരുന്നു. ഞാൻ കാണുന്ന കുട്ടികളെല്ലാം ഇങ്ങനെ കെട്ടുന്നവരെല്ലാം ഭയങ്കര പഠിപ്പിലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു, ഇങ്ങനെ കെട്ടിയിട്ട് പോയാൽ എന്നെയും അല്ലെങ്കിൽ പഠിപ്പിയായിട്ട് തോന്നും എന്നൊക്കെ വിചാരിച്ച് ഞാനും കെട്ടി. പിന്നീട് ഇത് കെട്ടിയതിന് ശേഷമാണ് മനസ്സിലായത്, ഇങ്ങനെ കെട്ടിയിട്ട് വലിയ കാര്യമൊന്നുമില്ല, തലക്കകത്ത് എന്തെങ്കിലും ഉണ്ടാവണം. അപ്പോൾ ഇതില്ലാത്ത ഞാനിങ്ങനെ കെട്ടിയിട്ടും വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ബോറായിട്ട് തോന്നിയത് എൻ്റെ നെറ്റിയാണ്. പക്ഷേ അന്ന് എനിക്ക് വലിയ ബാധകമായിട്ട് തോന്നിയിട്ടില്ല. പക്ഷെ ഇന്ന് എനിക്കിങ്ങനെ നടുവെന്ന് വിവരെടുത്ത് കെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അന്ന് ഇത്രയും മുടിയില്ലായിരുന്നതാ, ഇത്ര മുടി എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഈ മുടി ഞാൻ എങ്ങനെ മടഞ്ഞിട്ട് റിബൺ ഇട്ടിട്ട് പോകാൻ എൻ്റെ അപ്പോൾ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്തതും ആ ഒരു ഒറ്റ കാരണമായിരുന്നു. അങ്ങനെ ഇങ്ങനെ പോലും ഇട്ടിട്ട് പോകാൻ ടീച്ചർ സമ്മതിക്കില്ല, മടഞ്ഞിട്ടിട്ട് തന്നെ വരണം, അതായിരുന്നു ടീച്ചറിൻ്റെ റൂള്. പക്ഷെ ഇന്നിങ്ങനെ റബ്ബണെല്ലാം കെട്ടി അപ്പുറം ഇപ്പം നല്ലോണം മടഞ്ഞ് ഇങ്ങനെ ഇട്ടിട്ട് പോകുന്ന കുട്ടികൾ ഞാൻ അങ്ങനെ കാണുന്നേ ഇല്ല. എല്ലാവരും ഓരോരോ ഇഷ്ടത്തിന് ഉള്ള രീതിയിലാണ് കെട്ടിയിട്ട് പോകുന്നത്. അപ്പം നമ്മുടെ ആ ഒരു കാലം സത്യം പറഞ്ഞാൽ നല്ലൊരു കാലം തന്നെയായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കെട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കണ്ടില്ലേ, അപ്പോൾ ഈ ഒരു നെറ്റി ഇങ്ങനെ എടുത്ത് കാണിക്കും. നെറ്റി ഇങ്ങനെ കയറിയിട്ടുള്ളവർക്കുള്ള ഏറ്റവും വലിയ പ്രശ്നമാണ് നടുവെന്ന് വവരെടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ എടുക്കാനുള്ള ഒരു കോൺഫിഡൻസും നമുക്ക് ഉണ്ടാവില്ല അല്ലേ. അപ്പം അങ്ങനെ ഞാൻ ആ ഒരു ഹെയർ സ്റ്റൈൽ അതോടെ നിർത്തി. അപ്പോൾ പിന്നെ ഒരു ഹെയർ സ്റ്റൈലാണ് ഞാനിപ്പോൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ കുറച്ച് സൈഡിൽ നിന്നാണ് ഞാൻ പിന്നീട് എടുക്കാൻ തുടങ്ങിയത്. അപ്പോൾ നടു അങ്ങ് ഉപേക്ഷിച്ചു. അപ്പോൾ മുന്നിൽ ഇതേപോലെ കുറച്ച് മുടിയെടുത്ത് മുന്നിലേക്ക് കുറച്ച്, അതും അത്ര ടൈറ്റായിട്ട് പിടിക്കാതെ ലൂസായിട്ട് ഒന്ന് പിടിച്ചിട്ട് ഒന്ന് ചുരുട്ടിയതിന് ശേഷം ഒന്നാടെ ഒന്നൊരു സൈഡ് വെച്ച് വെക്കുക. ശേഷം ബാക്കി മുടിയും അതേപോലെ തന്നെ മെല്ലെ എടുത്ത് ബാക്കിലോട്ട് ആക്കിയതിന് ശേഷം മടഞ്ഞിടാൻ നോക്കുക. അധികം ടൈറ്റാക്കണ്ട, ടൈറ്റാക്കും തോറും ആ ഒരു മുടി ഇളകി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് ലൂസാക്കി തന്നെ കെട്ടിയതിന് ശേഷം കെട്ടുക. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡും ഒന്ന് കുറച്ച് മുടി എടുക്കുക, ബാക്കോട്ട് ഒന്ന് ചുരുട്ടിയതിന് ശേഷം അവിടെ ഒരു സ്ലൈഡ് കുത്തുക, ബാക്കി മുടി മടഞ്ഞിടുക. അപ്പോൾ ഇങ്ങനെ കെട്ടുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് വലിയ നെറ്റിക്കരലായിട്ട് തോന്നില്ല. ശേഷം അവിടെ നിന്ന് കുറച്ച് മുടിയൊക്കെ ഒന്ന് വലിച്ചിടുക മുന്നിലേക്ക്. ഞാനിങ്ങനെ മടങ്ങിട്ട് പോകുമ്പോൾ എൻ്റെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു. ഈ ഒരു ലുക്ക് എന്തായാലും നമുക്ക് നടുവെന്ന് എടുക്കുന്നതിനെക്കാട്ടിയും ബെറ്റർ ആയിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നിങ്ങൾ നെറ്റി കയറിയിട്ട് ബുദ്ധിമുട്ട് അല്ലെങ്കിൽ വിഷമമായോ, നെറ്റി കയറി മുടി ഒഴിഞ്ഞു പോഞ്ഞ എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. നമുക്ക് പാരമ്പര്യമായിട്ട് കിട്ടുന്നതാണോ, അത് നമുക്ക് നല്ലതാണെന്ന് വിചാരിക്കാം. നെറ്റി കയറൽ ഭാഗ്യമാണെന്നും കേട്ടിട്ടില്ലേ. അപ്പോൾ ആ ഭാഗ്യം നമുക്ക് വരട്ടെ. അപ്പോൾ ആടുന്ന് ഇവിടുന്ന് കുറച്ചും കൂടി മുന്നിലേക്ക് ഇടുക. കുഞ്ഞു നെറ്റിയുള്ള ആൾക്കാർ വലിയ നെറ്റി വേണമെന്നും, വലിയ നെറ്റിയായി നമുക്കോ കുഞ്ഞു നെറ്റി വേണമെന്നാണ് ആഗ്രഹിക്കാറ്. പക്ഷെ ഒന്ന് മനസ്സിലാക്കുക, നമ്മുടെ വലിയ നെറ്റി ഭാഗ്യമാട്ടോ. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിക്കാതെ അതിനുള്ള സൊല്യൂഷൻ കാണുക എന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ കാര്യം. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.